ക്യാമ്പ് മാറുമ്പോൾ പലരും ശരിക്കും പ്രതിസന്ധിയിലാണ്. കാരണം ഇവിടെ ഇതിനകം രജിസ്റ്റർ ചെയ്യാത്തവരുണ്ട്. ഇപ്പോൾ സുബൈർ വന്നപ്പോൾ സുബൈറിന് വീട്ടിലെ 3 പേരെയാണ് നഷ്ടമായത്. ഭാര്യ ഇപ്പോഴും ആശുപത്രിയിൽ സർജറി കഴിഞ്ഞ് കിടപ്പിലാണ്. സുഹൃത്ത് ഒരു വീട് ശരിയാക്കി തന്നിട്ടുണ്ട്, അതിലേക്ക് പോകണം. അതിലേക്കുള്ള ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ അത് എവിടുന്ന് കിട്ടുന്നില്ല, ഇതാണ് എനിക്ക് അറിയേണ്ടത്. ഇങ്ങനെ പല ആൾക്കാരും ഇവിടെയുണ്ട്. എല്ലാവരും ഇട്ട തുണി കൊണ്ട് ഓടി രക്ഷപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരു അടിയന്തര ധനസഹായം എന്ന് പറഞ്ഞിട്ടൊരു കാര്യവും നടന്നിട്ടില്ല. അതെങ്ങനെയെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. മേപ്പാടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അല്ലേ? അതൊരു ഉപാധി വെക്കാതെ, കാരണം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അതിനകത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ അവർക്ക് അടിയന്തരമായി ചെയ്യേണ്ട കാര്യം, അവർക്ക് അത്യാവശ്യമായിട്ട് അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണം. അടിയന്തരമായിട്ട് സർക്കാർ ചെയ്യേണ്ടതാണ്. അത് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത്. സുബൈറിനെ പോലുള്ള ആളുകളുടെ കൂടെ വരുമ്പോൾ നിങ്ങൾ അവർക്കായിട്ട് ഹെൽപ്പ് ഡെസ്ക് കൊടുക്കില്ല? അതായത് ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിൽ ഹെൽപ്പ് ഡെസ്കിനെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മളെല്ലാ റൂമും നോക്കിയാൽ അറിയാം, ഓരോ മെമ്പർമാർ ഉദ്യോഗസ്ഥരും അതിന് സജ്ജരായി നിൽക്കുകയാണ്. ഹെൽപ്പ് ഡെസ്കിനെ പോലെ തന്നെയാണ് പഞ്ചായത്ത് മുഴുവൻ സമയം പ്രവർത്തിച്ചു വരുന്നത്. വളരെ സജീവമായി നിൽക്കുന്നു. പക്ഷെ വരും ദിവസങ്ങൾ ഓരോ ചുവടും ബുദ്ധിമുട്ടേറിയതാണെന്നുള്ള യാഥാർത്ഥ്യബോധമുണ്ട്. പക്ഷെ അതിനു മുമ്പ് ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ക്യാമ്പിൽ കഴിയുന്നവരും പഞ്ചായത്തിൽ ഈ ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരും.